ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മിനി വ്ളോഗായിട്ടാണ്. ഡെയിലി നമ്മൾ ക്രാഫ്റ്റിൻ്റെ വീഡിയോസ് മാത്രമല്ലേ ഇടാറുള്ളൂ. അപ്പോൾ ഇതൊരു ചേഞ്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനൊരു വ്ളോഗ് എടുത്തത്. ഇപ്പോൾ കണ്ടതാണ് എൻ്റെ ക്രാഫ്റ്റ് ഏരിയ. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ച് ഒന്ന് ബീച്ചിലൊക്കെ പോയിട്ട് വരാൻ വിചാരിച്ച് ഇറങ്ങിയതാണ്. നമ്മൾ കുറച്ച് അടുത്ത് തന്നെയുള്ള ഒരു ബീച്ചിലേക്ക് അങ്ങനെ പോയി. അങ്ങനെ കുറച്ച് ടൈം ബീച്ചിൽ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഞാനൊരു ടേബിളിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടേബിൾ എനിക്കിന്ന് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ ടേബിൾ വാങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന ടേബിളിൻ്റെ അവസ്ഥയാണിത്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പ്ലൈവുഡോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തൊക്കെയോ ഷീറ്റും കാര്യങ്ങളൊക്കെ മുകളിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ മേലെ വാൾപേപ്പറൊക്കെ വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും നാൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ച് വെയിറ്റുള്ള സാധനങ്ങളൊന്നും അതിൽ താങ്ങില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പുതിയൊരു ടേബിൾ വാങ്ങാൻ വിചാരിച്ചത്. ഇത് ഞാനിവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് അങ്ങനെ പർച്ചേസ് ചെയ്തതാണ്. പിന്നെ നമ്മൾ ആ ഏരിയ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഈ ടേബിളിൻ്റെ മുകളിലുള്ള ഐറ്റംസൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് പുതിയ ടേബിളിൻ്റെ മുകളിൽ ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ടേബിളിൽ നിന്ന് നമ്മൾ എല്ലാ സാധനങ്ങളും മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടേബിളിന് പകരം പുതിയ ടേബിൾ ഇവിടെ വെച്ച് കൊടുക്കാം. ഇത് ഞാനൊരു വുഡൻ തീമിലുള്ള ടേബിളാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ എനിക്കിനി വൈറ്റ് വാൾപേപ്പർ ഒട്ടിക്കണം. ആദ്യം കുറച്ച് വിഷമമുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പുതിയ ടേബിളിൻ്റെ മുകളിൽ നമ്മൾ ഈ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പം കുറച്ചുകൂടി ഭംഗി കിട്ടുക വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുമ്പോഴായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വൈറ്റ് വാൾപേപ്പർ അങ്ങ് ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ വാൾപേപ്പർ ഒട്ടിച്ചിട്ടുള്ള ലുക്കാണിത്. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് എല്ലാം ഇതിലൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ കുറേ ഐറ്റംസ് ഉണ്ട് നമുക്ക് ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ അതൊരു ഭംഗിയില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അധിക ക്രാഫ്റ്റേഴ്സിൻ്റെയും ഡെസ്കിൽ കാണുന്ന ഒരു ഫോം ബോർഡിൻ്റെ ഓർഗനൈസർ ഉണ്ട്. ആ ഓർഗനൈസർ എനിക്ക് ഉണ്ടാക്കണമെന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി കഴിയട്ടെ വിചാരിച്ചിട്ടാണ് അതിപ്പോൾ ഉണ്ടാക്കാത്തത്. അത് നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ടൊരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്യുമ്പം ആ ടൈമിൽ നമുക്ക് അങ്ങനെ ഒരു ഫോം ബോർഡിൻ്റെ ഓർഗനൈസറൊക്കെ ഉണ്ടാക്കാം. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ടേബിളൊന്ന് ചേഞ്ച് ആയെന്നേ ഉള്ളൂ. ടേബിളിൻ്റെ മുകളിൽ വെച്ച ഐറ്റംസൊക്കെ നിങ്ങൾ മുന്നേ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസൊക്കെ തന്നെയാണ്. അതിലൊന്നും ഞാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. മാറ്റം വരുത്താത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 ആഴ്ച മുന്നെയാണ് ഒരു ഡെസ്ക് മേക്ക് ഓവർ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ വീണ്ടും ഒരു മേക്ക് ഓവർ ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. ഏതായാലും നമുക്കൊരു 2-3 മാസം കഴിഞ്ഞിട്ട് മൊത്തത്തിലൊരു മേക്ക് ഓവർ കൊടുക്കാം. ആ ടൈമിൽ നമുക്കിതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. വേറൊരു രീതിയിൽ നമുക്ക് സെറ്റാക്കാം. ചെറിയൊരു വ്ളോഗാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.